തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയാണ് വരയ്ക്കേണ്ടത്. വരയ്ക്കാൻ വേണ്ടി ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ നോമൻക്ലേച്ചറിന്റെ ഏറ്റവും അവസാന ഭാഗം പെൻറ്റെയിൻ ശ്രദ്ധിക്കുക. പെൻറ്റെയിൻ എന്ന് കേട്ടാൽ പെൻറ്റെന്ന് ചിന്തിക്കുക. പെൻറ്റെന്ന് പറയുമ്പോൾ 5 കാർബൺ ഉണ്ട്. 1 കാർബൺ എഴുതി, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. കണ്ടല്ലോ, പെൻറ്റ് ശ്രദ്ധിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ANE ആണോ എന്ന് നോക്കണം. ANE ആകുമ്പോൾ ആ സിംഗിൾ ബോണ്ടിന്റെ വരയിടണം. കണ്ടോ, ANE ആകുമ്പോൾ എന്ത് ബോണ്ടേ കൊടുക്കാവോ? സിംഗിൾ ബോണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കണം, എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഡൈ ഉണ്ട്. ഡൈ എന്ന് വെച്ചാൽ 2 എണ്ണം. 2 എന്തുണ്ട്? മീത്തയിലുണ്ട്. എവിടെയൊക്കെ? 2ലും 3ലും. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർബൺ, ഇതാണ് രണ്ടാമത്തെ കാർബൺ. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഒരു മീത്തയിലുണ്ട്, മൂന്നാമത്തെ കാർബണിൽ എന്തുണ്ട്? ഒരു മീത്തയിലുണ്ട്. അത്ര എഴുതുക. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ എന്ന് ചിന്തിക്കുക? 3 എണ്ണം. ഇവിടെ 1, 2, 3 എണ്ണം ഉണ്ട്, അപ്പം ബാക്കി ഒരു ഹൈഡ്രജൻ. 1, 2, 3 എണ്ണം ഉണ്ട്, അപ്പോൾ ബാക്കി ഒരു ഹൈഡ്രജൻ. 1, 2 ഉണ്ട്, ബാക്കി എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. ഇവിടെ ഒന്നേ ഉള്ളൂ, അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.